ഖുറാനിലൊക്കെ പറയപ്പെട്ടതുപോലെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണ് ഈ ഒരു യുദ്ധം കൊണ്ടുപോകുന്നത് കൂടി സംശയിക്കേണ്ട ഒരു ഘട്ടത്തിലാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നത്. അതായത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം എല്ലാവർക്കും അറിയാം. അമേരിക്ക കൂടി ചേർന്നതോടുകൂടി ഈ യുദ്ധം ഏതൊരു തലങ്ങളിലേക്കാണ് പോകുക എന്ന് സംശയിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഈ ഒരു യുദ്ധത്തിന് ഖുറാനിൽ പറയപ്പെട്ട ഒരു അടയാളങ്ങളിലേക്കാണോ പോകുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അതായത് അറബ് രാഷ്ട്രങ്ങളൊക്കെ ഒന്നിക്കാതെയും അതുപോലെ അറബ് രാഷ്ട്രങ്ങളുടെ ശക്തി ക്ഷയിക്കാതെ ഇമാം മഹദി വരില്ല എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലേക്കാണോ ഈ ഒരു യുദ്ധം കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ സംശയിക്കണം. കാരണം എല്ലാ രാജ്യങ്ങളും ഇപ്പൊ ഈ അറബ് രാഷ്ട്രങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് പേര് അറബ് രാഷ്ട്രങ്ങൾ പണിയെടുക്കുന്നവരുണ്ട്. അവർക്കൊക്കെ മനസ്സിൽ ചെറിയ ഭയം കാര്യങ്ങളൊക്കെ വരും. ഇങ്ങനത്തെ യുദ്ധങ്ങൾ കേൾക്കുന്ന സമയത്തും ഇത് ഏത് ഘട്ടങ്ങളിലേക്ക് എത്തിപ്പോകുമെന്നുള്ള സംശയമൊക്കെ നമുക്ക് എല്ലാവരും വരുന്നുണ്ട്. നമ്മളെല്ലാവരും നിരന്തരം ആ ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്തും ഇപ്പോഴും നമ്മളെ നാട്ടിലുള്ളവരൊക്കെ വെറും ട്രെൻഡ്, അതായത് ട്രെൻഡിൻ്റെ കൂടെ മാത്രം ബാക്കി ഒരു കാര്യങ്ങളും അറിയുന്നില്ല. ഈ ഒരു ട്രെൻഡ് മാത്രം ആരെയും വിമർശിക്കാനോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സംശയം പങ്കുവെച്ചത് മാത്രം.